ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യനായ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ കേരള PSCയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2024 അപ്പോൾ ഇനി വരാൻ പോകുന്ന കേരള PSC എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാൻ നമുക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ 1957 ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1957 ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം തെറ്റാണ്. ശരി ഉത്തരം നമുക്ക് നോക്കിയേക്കാം. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. അപ്പോൾ ഇവിടുത്തെ 1ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് പറഞ്ഞ ഫാക്ട്സ് അതൊക്കെയാണ്. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് മീറിട്ടാണെന്ന് നമുക്കറിയാവുന്നതാണ്. പിന്നെ ഫാക്റ്റ് എന്താണ്? ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? കുൻവർ സിംഗ് ആണ്. പിന്നുള്ളത് ബറേലിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഖാൻ ബഹദൂർ ഖാനാണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3ാമത്തത് മാത്രമാണ് തെറ്റായ ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ നോക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1912. അടിമത്ത നിരോധനം, അടിമത്തം 12. അടിമത്തം എന്ന് പറയുമ്പോഴത് 12 ആണ്. 1912 തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1912. പിന്നെ കൊച്ചിയിൽ അടിമത്ത നിരോധനം 1945. കൊച്ചി 45 നമുക്ക് നോക്കാൻ പറ്റും. കൊച്ചി 45 എന്ന് ചേർത്ത് വായിക്കാൻ പറ്റും. ഇവിടെ അടിമത്തം എന്ന് പറയുമ്പോൾ അത് 1912 എന്ന് വായിക്കാൻ പറ്റും. കൊച്ചി അടിമത്തം എന്ന് പറയുമ്പോഴത് 45 എന്ന് ഓർത്തിരിക്കുക, 1945. ഇനിയുള്ളത് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 875. 1875 മഹാരാജാസ് കോളേജ് 875 മഹാരാജാസ് കോളേജ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം എന്നാണ് 1912 ആണ്. അടിമത്തം 12. ഇനി കൊച്ചിയിലെ അടിമത്തം എന്നാണ് 1945 ആണ്. മഹാരാജാസ് എറണാകുളം കോളേജ് അല്ലേ, മഹാരാജാസ് കോളേജിൻ്റെ രൂപീകരണം എന്നാണ് 875 പഠിക്കാം. 1875 മഹാരാജാസ് കോളേജ്. നെക്സ്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4ാമത്തെ മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലേ, 4 മാത്രം നമുക്ക് വേണ്ട. അപ്പോൾ ഏതൊക്കെയാണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ഇവിടെ ചൈനീസ് വിപ്ലവമാണ് നമ്മുടെ പഠിക്കേണ്ട ഫാക്റ്റ്. എന്തൊക്കെ പഠിച്ചു നോക്കാം നമുക്ക്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 1949 ഒക്ടോബർ 1 പിന്നുള്ളത് യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെത്തൂങ് ആണ്. ഇവിടെ ചിയാങ് കൈഷേക്കിനെ ഓർത്തു വെച്ചേക്കുക, മാവോ സെത്തൂങ്ങിനെയൊക്കെ ഓർത്തു വെക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചതെന്നാണ് 1949 ഒക്ടോബർ 1 ചൈനീസ് വിപ്ലവം. 1949 ഒക്ടോബർ 1 ചൈനീസ് വിപ്ലവം. അവിടെ യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. പിന്നീട് ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെത്തൂങ് ആണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നവരാണ് മാവോ സെത്തൂങ് ആണ്. അടുത്തത്, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ചട്ടമ്പി സ്വാമിയാണ്. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ാമത്തത് മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ഏതൊക്കെ നമുക്ക് പഠിച്ചു വയ്ക്കാം. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ഓക്കെ, കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ അത് ഓർത്ത് വെച്ചേക്കുക. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓക്കെ, അപ്പോൾ സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്.
അവരുടെ സ്മാരകം അല്ലേ, ചട്ടമ്പിസ്വാമിയുടെ സ്മാരകം പെരുമ്പനയിലാണ്. അത് നമുക്കറിയാവുന്ന ഫാക്റ്റാണ്. പോട്ടെ, ബാക്കി വരുന്നത് കേരളത്തിൽ ദേശനാമങ്ങൾ എന്ന് പറഞ്ഞ കാര്യം കൃതി ആരുടെയാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യാം. സമതാദേശികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ എന്ത് കിട്ടുന്നുണ്ട്? കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന കൃതി ആരുടെയാണ്? ചട്ടമ്പിസ്വാമികളുടെയാണ്. അത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. നെക്സ്റ്റ് വരുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ശരിയായ ജോഡിയാണ് അല്ലേ. ഒന്നാമത്തത് നാഗ്പൂർ സമ്മേളനം 20 അല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനം. 4-മത്തത് സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വിഭജനം. ഓക്കെ, നാഗ്പൂർ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനം, സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനമാണ് സൂററ്റ് സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ. സൂററ്റിൽ വിഭജനത്തെക്കുറിച്ച് പറയുന്നു, നാഗ്പൂരിൽ നിസ്സഹകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിൻ്റെ എതിരെയായിരുന്നു? ആർക്കെതിരെയായിരുന്നു? ആൻസർ എന്താണ്? ഓസ്ട്രേലിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി ആരാണ്? ആൻസർ എന്താണത്? ഭൂഗർഭജലമാണ്. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി ആരാണ്? ഭൂഗർഭജലമാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? കാനഡയാണ്. ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റം ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? കാനഡ. അടുത്തത് കടുപ്പം കുറഞ്ഞ ഒരു ധാതു ഇവിടെ ഏതാണ്? ധാതു ഏത്? ടാൽക്കാണ്. ഇവിടെ കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കം പൗഡർ എന്ന് ഓർത്തിരിക്കുക അല്ലേ, വെയ്റ്റ്ലെസ്. നെക്സ്റ്റ് വരുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതെന്ന് ചോദിച്ചാൽ സംവഹന വൃഷ്ടിയാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? സംവഹന വൃഷ്ടിയാണ്. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? മാംഗോ ഷവറാണ്. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യ. നെക്സ്റ്റ് വരുന്നത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാമുണ്ട്. ഉദാരവൽക്കരണമുണ്ട്, ആഗോളവൽക്കരണമുണ്ട്, സ്വകാര്യവൽക്കരണം, എല്ലാം എന്താണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. നെക്സ്റ്റ്, ഖാരിഫ് വിളവെടുക്കുന്ന സമയം എപ്പോഴാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഖാരിഫ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് ഖാരിഫ് വിളകൾ. സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ആരാണ്? ഫിലിപ്പൈൻസ് ആണ്. നെക്സ്റ്റ്, 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏത് സംരംഭമായിരുന്നു? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 അല്ലേ. പുതിയ സംരംഭം ഏതായിരുന്നു? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 നീതി ആയോഗിൻ്റെ ആണത്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യ അറ്റ് 75, അതാണ് നീതി ആയോഗ് ആരംഭിച്ച പുതിയ സംരംഭം അതാണ്. ഇനി 23 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ ഇതിൻ്റെത് 38 ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേത് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ ആൻസർ നമുക്ക് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 4-മത്തതാണ് വരുന്നത് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 4-മത്തെ തെറ്റാണ്. അപ്പം ശരി നോക്കാം നമുക്കല്ലേ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫാക്റ്റ് എന്തൊക്കെയാണ്? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത്
1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഇനി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ഈ 3 ഫാക്ട്സുകളും ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലേ. പൗരത്വം എന്ന് പറയുമ്പോൾ OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അറിയാവുന്ന ഫാക്റ്റാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഓർത്ത് വെച്ചേക്കുക. പൗരത്വത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? OCI ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 6-11 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണത്. നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്തൊരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആമുഖം പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ആൻസർ ആരാണ്? ഓപ്ഷൻ സി ആണ്. 3-ാമത്തെ തന്നെ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. പ്രഖ്യാപനം ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞാലാണ് ഹിദായത്തുള്ള. പ്രഖ്യാപനത്തിനെക്കുറിച്ച് പറഞ്ഞത് ഹിദായത്തുള്ളയാണ്. പ്രഖ്യാപനം ഹിദായത്തുള്ള, അങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. മൗലിക അവകാശങ്ങൾ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. 4 ഫാക്ട്സും മൗലിക അവകാശ ബന്ധപ്പെട്ട ഫാക്ട്സുകളാണ്. നെക്സ്റ്റ് വരുന്നത് ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഉപരാഷ്ട്രപതിയാണത്. അതായത് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ആർക്കാണത്? ഉപരാഷ്ട്രപതിക്ക്. നെക്സ്റ്റ് വരുന്നത് പുസ്തകങ്ങളും അവയുടെ പേരുകളും രചയിതാക്കളും കണ്ടെത്തുക. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ അത് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് അല്ലേ. അത് ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ്. നോക്കാം. അതായത് മൂന്നാമത്തെ ഹംഫ്രി ബർക്കിലിയാണ്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കിലിയാണ്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കിലിയാണ്. നിയമങ്ങളുടെ അന്തസ്സത്ത അത് എഴുതിയത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ഇന്ത്യ 2020 അതാരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി, നമുക്ക് കറക്റ്റ് അറിയാമല്ലേ. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. ഇന്ത്യ 2020 ആർക്കറിയാം? ഡോക്ടർ APJ അബ്ദുൽ കലാം അറിയാം. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കിലി. നിയമങ്ങളുടെ അന്തസ്സത്തെ ആരാണ് എഴുതി വെച്ചേക്കുന്നത്? നിയമങ്ങളുടെ അന്തസ്സത്ത് എന്ന് പറയുമ്പോൾ ആരാണത്? മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ. നെക്സ്റ്റ് വരുന്നത് തെറ്റായ ജോഡി ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. 26ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ാമത്തത് മാത്രമാണ്, സെക്കൻഡ് വൺ മാത്രമാണ് തെറ്റായ ഓപ്ഷൻസ് അല്ലേ. തുങ്കൻ. ബാക്കി ബൽവന്ത് റായ് കമ്മിറ്റി 57, അശോക് മെഹ്ത കമ്മീഷൻ 77, സർക്കാരി കമ്മീഷൻ 83 എന്ന് പഠിച്ചു വച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടന 73-24 ഭേദഗതിയിലൂടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവയാണ്? ക്വസ്റ്റ്യൻ പാറ്റേൺ കൂടി ഇങ്ങനെ തന്നെ ആയിരിക്കും. സിവിൽ എക്സൈസ് ഓഫീസറിനൊക്കെ ചോദിക്കുക, പോലീസിലേക്കുള്ള എക്സാം ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-24 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ 2ാമത്തതാണ് പെടാത്തത്. അതായത് 10ാം പട്ടികയാണ് പെടാത്തത്.
73-74 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണമുണ്ട്. 11-ാം പട്ടികയും 12-ാം പട്ടികയും ഒക്കെ അതിൽ വരുന്നവയാണ്. പട്ടികകളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് അഭയകരണം പദ്ധതിയെക്കുറിച്ചാണ്. ഇവിടെ ചെരിമ്പടി ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അത് അഭയകരണം പദ്ധതി പറയുമ്പോഴത് ഒന്നാമത്തത് വിധവകൾക്ക് സാമ്പത്തിക സഹായം. അഭയകരണം വിധവകൾക്ക് സാമ്പത്തിക സഹായം. അടുത്തത് വിദ്യാകരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്കാണ്. താലോലം പദ്ധതി അതാണ് മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ സഹായിക്കുന്നതാണ്. പിന്നെ വിദ്യാജ്യോതി ഏതാണ്? PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് PH വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിനുള്ള സാമ്പത്തിക സഹായമാണ് വിദ്യാജ്യോതി പദ്ധതി. അഭയകരണം വിധവകൾക്കാണ്. വിദ്യാകരണം ഏതാണ്? വിദ്യാകരണം എന്ന് പറയുന്നത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ്. താലോലം പദ്ധതി അതറിയാം, 18 വയസ്സ് താഴെയുള്ളത് താലോലം പദ്ധതി. വിദ്യാജ്യോതി എന്ന് പറയുമ്പോഴത് PH ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. നെക്സ്റ്റ് വരുന്നത് ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏതാണ്? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ ഏതാണ്? ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? ഏറ്റവും കൂടിയ അളവ് ആര് വരണം? CO2 വന്നാൽ അത് ആഗോള താപനത്തിന് കാരണമാകുന്നു അല്ലേ? CO2 കൂടുമ്പോൾ ചൂട് കൂടുന്നു എന്നുള്ളതാണ് വരിക. തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ്? മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അല്ലേ? പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഏത് പേസ് മേക്കർ? എവിടെ? വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ ഭാഗത്താണ് പേസ് മേക്കർ സ്ഥിതി ചെയ്യല്ലേ? ഹൃദയത്തിന് 4 അറയുണ്ടെന്ന് നമുക്കറിയല്ലേ? ഓറിക്കിൾസ് മുകളിലും ഓറിക്കിളുകളും ഇത് വെൻട്രിക്കിൾസുമാണ് അല്ലേ? ഇത് ഇടത് ഭാഗമാണെങ്കിൽ ഈ ഭാഗം ഇടതാണെങ്കിൽ ഇത് വലത് ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇത് വേണ്ടുക ഈ പേസ് മേക്കർ എന്ന് വരിക അല്ലേ? പേസ് മേക്കർ ഇപ്പോൾ മാറ്റി വെക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇത് ഓറിക്കിൾസ്, ഇത് അല്ലേ ഏട്രിയം എന്ന് പറയുന്നത് ഓറിക്കിൾ ഏട്രിയം. ഇത് വലത് ഏട്രിയമെങ്കിൽ ഇത് ഇടത് ഏട്രിയം, ഇത് ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. അപ്പോൾ പേസ് മേക്കർ ഈ ഭാഗത്താണ് വരിക. ഓക്കെ, അപ്പോൾ 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും ഉണ്ട്. ഓറിക്കിളുകൾ അല്ലെങ്കിൽ ഏട്രിയം മുകൾ ഭാഗത്തും താഴെ വെൻട്രിക്കിൾസുമാണ്. ഈ പേസ് മേക്കറിൻ്റെ ഭാഗത്ത് ബാക്കി വരുന്ന സാധനമുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. പർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയും. ഇതിനുള്ള കണക്ഷൻസാണ് പർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പം ഏട്രിയം ഉണ്ട്, വെൻട്രിക്കിൾസ് ഓറിക്കിളുകളും വെൻട്രിക്കിളുകളും ഒക്കെ ഹൃദയത്തിനുണ്ട് അല്ലേ? ഹൃദയത്തിൻ്റെ അല്ലേ പെരികാർഡിയം എന്ന സ്ഥലമുണ്ട് ഹൃദയത്തിനൊക്കെ നമുക്കറിയാം അല്ലേ? ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം എന്നൊക്കെ അറിയാം. നെക്സ്റ്റ് 2021 ഡേവിഡ് ജൂലിയസും ആർഡിയും പാറ്റ പൗറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഡേവിഡ് ജൂലിയസ് 21 കാര്യമാണ് നോക്കി വെക്കുക അല്ലേ? വൈദ്യശാസ്ത്രം. നെക്സ്റ്റ് വരുന്നത് ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. മലേറിയ അല്ലേ? മലേറിയ. ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി നമുക്ക് നോക്കാം അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നോക്കാം. മലേറിയ എപ്പോഴില്ല? മലേറിയ പ്രൊട്ടോസോവ. ഏത് പ്രൊട്ടോസോവയാണ്? പ്ലാസ്മോഡിയം അല്ലേ? പ്ലാസ്മോഡിയം എന്ന പ്രൊട്ടോസോവ. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറ. ഏറ്റവും വിനാശകാരി ഫാൽസിപ്പാറമാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് പറയുന്നത്. പിന്നെ ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ അതേതാണ്? ടൈഫോയിഡ് ബാക്ടീരിയ ആണ്. അസ്കാരിയാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിരകൾ ഇല്ലേ? അസ്കാരിയാസ് വിരകൾ, ചെറിയ ഫീമെയിലും മെയിലുമായ വിരകളില്ലേ? മെയിൽ ചെറുതും ഫീമെയിൽ വലിയതുമായ വിരകൾ, അതാണ് അസ്കാരിയാസസ് അല്ലേ? അസ്കാരിയാസസ് എന്ന് പറയുന്നത് വിരകളാണ്. ജലദോഷം നമുക്കറിയാം വൈറസാണെന്നറിയാം അല്ലേ? ജലദോഷം വൈറസ്. മലേറിയ പ്രൊട്ടോസോവയാണ്, പ്ലാസ്മോഡിയമാണ്. ടൈഫോയിഡ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസ്കാരിയാസസ് വിരകളാണ്. ജലദോഷം എന്താണ്? അപ്പോൾ മലേറിയ പ്രൊട്ടോസോവയാണ്, ടൈഫോയിഡ് ബാക്ടീരിയയാണ്, അസ്കാരിയാസസ് വിരകളാണ്, ജലദോഷം വൈറസാണ്. അടുത്തത് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ്? മിഠായി എന്ന പദ്ധതി അല്ലേ? മിഠായി എന്ന പദ്ധതി കുട്ടികളിലെ പ്രമേഹവർക്ക് മിഠായി എന്ന പദ്ധതിയാണ്. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11.529 ഇതിനെ സൂചിപ്പിക്കുന്നുള്ളതാണ്. കൊറോണ വൈറസിൻ്റെ വകഭേദമാണ്. ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാവുന്ന ഒറ്റ പേരിനകത്തുണ്ട് അല്ലേ? ഒമിക്രോൺ എന്നുള്ള ആൻസറാണ് വരും. ഒമിക്രോൺ. പാലായന പ്രവേഗ ബന്ധമില്ലാത്തത് എന്താണ്? ബന്ധമില്ലാത്തത് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ്?
രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. പ്രതലത്തിന് സമാന്തരമായ ബലം ഏതാണ്? പ്രതലത്തിന് സമാന്തര ബലം ഏതാണ്? ഘർഷണ ബലമാണ്. പ്രതലത്തിന് സമാന്തരമായി പോകുന്ന ബലം ഘർഷണ ബലമാണ്. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ്? സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ നമുക്ക് സമവർത്തുള്ള ചലനമാണ്. ഇനി വരുന്നത് ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഹൈമവത ഭൂവിൽ എന്ന് പറയുമ്പോഴും ഓർമ്മ എന്ത് വരണം? MP വീരേന്ദ്രകുമാർ. ഹൈമവത ഭൂവിൽ അല്ലേ? മഞ്ഞ്. വീരേന്ദ്രകുമാർ വയനാടുകാരനാണ്. അപ്പം മഞ്ഞ് അവിടെ എപ്പോഴും വീഴുന്നു. അതാണ് ഹൈമവത ഭൂവിൽ എഴുതാനും കാരണം അല്ലേ എന്ന് പറയാം നമുക്ക്. നെക്സ്റ്റ്, പുരാതന ഗുഹചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുക? വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കിടന്നത്? ചവിട്ട് നാടകം വന്നത് എവിടെ നിന്നാണ്? ചവിട്ട് നാടകം വന്നത് എങ്ങനെയാണ്? പോർട്ടുഗീസുകാരാണ് അന്ന് ചവിട്ടിയിട്ട് പോയത്. നെക്സ്റ്റ്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K. സച്ചിദാനന്ദൻ. നെക്സ്റ്റ്, പാദം 4 ഒരു സമപാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ 6 വീതം ആയാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ആൻസർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. 8√2 cm² ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസറൊക്കെ നോക്കി വെച്ചേക്കാം നിങ്ങൾക്ക്. നെക്സ്റ്റ് 52-ൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ C ആണ്. ഇംഗ്ലീഷ് നോക്കാം. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനുകൾക്ക്, വുമൻ പോലീസ് എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമുകൾക്കൊക്കെ ഈ ടൈപ്പ് ചോദ്യം ജനറൽ നോളജിൻ്റെ വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, ബാക്കി പോലീസിൻ്റെ സെക്ഷൻസ് ഇത് വരുന്ന ക്വസ്റ്റ്യൻസുമുണ്ട്. അതൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് നോക്കാം. ഇവിടെ ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഷീ എക്സ്ക്ലെയിംഡ്. ഇനി ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ അല്ലേ? ടെൻസ് മാറ്റാൻ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് നോക്കാം. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്തായിരിക്കും ആൻസർ വരിക? എക്സ്ക്ലെയിംഡ് ദാറ്റ് അല്ലേ? ഷീ ഹാഡ് നെവർ ബീൻ, അത് ചേർക്കാം. ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഇവിടെ ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്തായിട്ട് മാറി? ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് എന്നായി. ഓക്കെ, ഐ ഹാഡ് നെവർ ബീൻ പാരീസ് എന്തായിട്ട് മാറി? ഷീ ഹാഡ് നെവർ ബീൻ പാരീസ് എന്ന് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദി ഇവൻറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഐ റിഗ്രറ്റ് ചെയ്ത് നമുക്ക് ഏത് പദം ചേർക്കാം? ടെൽ വേണോ, ടെൽസ് വേണോ, ഏത് ചേർക്കാൻ പറ്റും? ഏതാണത്? ടു ടെൽ. ഐ റിഗ്രറ്റ് ടു ടെൽ. ഓക്കെ, അടുത്തത് വെൻ ഐ അറൈവ്ഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. ആൻസർ അതാണ് ഹാഡ് ബീൻ വെയിറ്റിംഗ് ആണ്. വെൻ ഐ അറൈവ്ഡ് ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ്. നെക്സ്റ്റ്, ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസിഡേർഡ് എ വാല്യുബിൾ ഡാഷ് ഇൻ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻസ്. ആൻസർ ഓപ്ഷൻ C, asset. The artist painted a beautiful landscape dash the canvas. Answer option B, onto the canvas. ലേക്കാണത് പകർത്തിയത്. The landscape onto the canvas. The artist painted beautiful landscape onto the canvas. ക്യാൻവാസിലേക്ക് പകർത്തി. The negotiations between the two countries finally എന്തായിട്ട് മാറി? Negotiations between two countries. ആൻസർ എന്താണത്? broke down. Two countries finally broke down after weeks of discussions. ശേഷം അത് നശിച്ചു എന്നർത്ഥം. നെക്സ്റ്റ്, the detective ability to notice the dash detail led to the solving of the complex mystery. Detective's ability to notice the dash details led to the solving of the complex mystery. ഡിറ്റക്റ്റീവിൻ്റെ എബിലിറ്റിയാണ് എന്ത് നോട്ടീസ് എന്നുള്ളത്. എന്ത് എബിലിറ്റിയാണ് നോട്ടീസ് ചെയ്ത അദ്ദേഹം അല്ലേ? അത് ഒരു കാര്യം സോൾവ് ചെയ്യാനും വേണ്ടി സഹായിച്ചു അല്ലേ? ടു സോൾവിങ് ദ കോംപ്ലക്സ് മിസ്റ്ററിക്ക് വേണ്ടി സഹായിച്ചു. അപ്പോൾ ഇതെന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം വന്നേക്കുന്നത്. ഏതാണത്? സാലിയൻറ്റ്. നോട്ടീസ് ദ സാലിയൻറ്റ് ഡീറ്റെയിൽസ്, മുഴുവൻ ഡീറ്റെയിൽസും, എല്ലാ ഡീറ്റെയിൽസും. നെക്സ്റ്റ് വരുന്നത് the bargains between the two companies reached a dash when they failed to agree on the terms of the partnership. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, ഡെഡ് എൻഡ്. പിന്നെ ഉള്ളത് ഇത് ഡിസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് displayed remarkable dash throughout the challenging project. Facing numerous obstacles,
പല ഒബ്സ്റ്റക്കിൾസ് അവർ ഫേസ് ചെയ്തപ്പോൾ ഷീ ഡിസ്പ്ലേസ്ഡ് റിമാർക്കബിൾ ആയ ഒരു കാര്യം അവർ കാണിച്ചു ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രോജക്റ്റ്. അപ്പോൾ ചലഞ്ചിങ് പ്രോജക്റ്റിൻ്റെ മുഴുവൻ സമയവും അത്രയും സമയം അവർ റിമാർക്കബിളായ ഒരു കാര്യം ഏത് കാര്യമാണ് കാണിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസർ എന്താ വരിക? ടെനാസിറ്റിയാണ് ആൻസർ. ടെനാസിറ്റിയാണ് ആൻസർ. ടെനാസിറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് മലയാളമാണ്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കാറ്റുള്ളപ്പോൾ തൂറ്റണം. ഷീ സ്ട്രൈക്സ് വൈൽ ദ അയൺ ഈസ് ഹോട്ട്, കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അധ്യാപകർ. നെക്സ്റ്റ്, വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം വണ്ടിന് ഉദാഹരണങ്ങളാണ് ഇല്ലേ? അളിയെന്നും ഭ്രമരമെന്നും മധുവെന്നും ഭൃംഗമെന്നും ചേർക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഇവിടുത്തെ ഏതാണ്? 75 ഏതാ? സി ആണ്, അനുഗ്രഹീതനാണ്. നെക്സ്റ്റ് പിരിച്ചെഴുതുക വിണ്ടൽ. എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. വിണ്ടൽ എന്ന് പറയുമ്പോൾ എന്ത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. ചേർത്തെഴുതുക കൽ പ്ലസ് മതിൽ. എങ്ങനെ എഴുതാൻ പറ്റും ചേർത്തെന്ന് പറയുമ്പോൾ? കന്മതിൽ. പിന്നെ വരുന്നത് ഏട്ടിലെ പശു ശൈലിയുടെ അർത്ഥം. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണിത്? പ്രയോജനമില്ലാത്ത വസ്തു അർത്ഥം. നെക്സ്റ്റ്, പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റെസ്റ്റ് ഹൗസിൽ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. നെക്സ്റ്റ്, അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്? ട്രാൻസിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതാണ് ട്രാൻസിറ്റ്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി 15 ലിറ്റർ ആണ്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാൻ ഉപയോഗിക്കുവാൻ നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 23 വയസ്സാണ്. NDPS നിയമം ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്? നന്നായി വായിച്ച് നോക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഏതൊക്കെ? 1, 2, 4. മയക്കുമരുന്ന് ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും. പിന്നെയുള്ളത് മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്ത് വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നത്. പിന്നെയുള്ളത് മയക്കുമരുന്ന് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് NDPS എന്ന് പറയുക. മയക്കുമരുന്നാണ് NDPS എന്ന് ഓർത്തിരിക്കണം. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നാൽ എന്താണ്? NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളാണ് ആൻസർ. ലഹരി വസ്തുക്കൾ പട്ടിക ഉൾപ്പെടുത്തി പദാർത്ഥങ്ങൾ. NDPS തന്നെയാണ് സൈക്കോട്രോപിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. NDPS സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, മാദക വസ്തുക്കൾ, അതൊക്കെ ഇതുമായി കണക്ട് ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ്, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിൽ സൂക്ഷിച്ചിട്ടുള്ള ആ സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിനുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തിയ ഓഫീസ് ഏതാണ്? കമ്മീഷണർ ഓഫീസാണ്. ഓക്കെ. ഇനി കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? ആൻസർ ഓപ്ഷൻ ഡി ആണത്, 3, 4. ഓക്കെ. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ 92ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തെറ്റായ പ്രസ്താവന. 3, 4 ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. അതായത് 15.5% V വരെ
ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 35 ഡിഗ്രി UP ജീൻ വിദേശമദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. ഇതൊക്കെ 2 ഫാക്റ്റുകളും ഒന്ന് ഓർത്തിരിക്കുക. കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്, നമുക്ക് വേണ്ട അതല്ലേ. നെക്സ്റ്റ്, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന സംഭവം ആ പ്രദേശങ്ങളിൽ വിൽക്കുവാൻ പാടില്ല. ഇനി കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണത്? എല്ലാം ശരിയായ പ്രസ്താവന. കോട്ട്പ ആക്ട് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, എല്ലാം പുകയില. കോട്ട്പ പുകയില. ഗർഭിണികളായ കുട്ടികൾക്ക് പുകയില ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, പിന്നെ പുകയില ഉപയോഗം മാറ്റുക. അപ്പോൾ കോട്ട്പ ആക്ട് എപ്പോഴും എന്താണത്? പുകയിലയാണ്. ഓക്കെ, NDPC മയക്കുമരുന്ന് പോലെ കോട്ട്പ ഇതും അതുതന്നെ. വിമുക്തി മിഷൻ പദ്ധതിയെ ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ്? വിമുക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, വിമുക്തിയുടെ എന്താണ് വരിക? അത് ഓപ്ഷൻ ബി 1, 2, 3 എന്താണ് ശരിയാണ്. ഓക്കെ, 16 നവംബർ 20 വിമുക്തി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പിന്നെ വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിമുക്തി പദ്ധതിയിൽ പ്രചരണം അനുവദനീയം. വിമുക്തി നമുക്കറിയില്ലേ, വിമുക്തി പ്രചരണം അനുവദനീയമാണ്. അത് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്നത് വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരെല്ലാം വരുന്നുണ്ട്? ഓപ്ഷൻ സി ആണത്. ഇവർ 3 പേരും അല്ലേ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും വിമുക്തിയിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ വൈറസും ബന്ധപ്പെട്ട് 2000 വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ 2000 കമ്പ്യൂട്ടറിൻ്റെ 2000 സംഭവം എന്താണത്? ഓപ്ഷൻ സി എയും ബിയും 2 വകുപ്പുകളും വരുന്നുണ്ട്. നെക്സ്റ്റ്, വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ് അല്ലേ? 18 വയസ്സിൽ താഴെ. കുട്ടി എന്ന് പറയുമ്പോഴത് 18 വയസ്സിൽ താഴെ. ഇതിപ്പോൾ ഈ എക്സാം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമാണ്, മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. വീണ്ടും എക്സൈസ് സിവിൽ അല്ലെങ്കിൽ പോലീസ് സൈഡിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.